why should I become a teacher? Why should I become a trainer? Why should I become an accountant? Why should I become a CMA? Why should I become an SCCA? Why should I become a CA? Or for that matter, why should I become a doctor? Why should I become an engineer? Or why should I become an income tax inspector? Why should I become a bank officer? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. അതിന് പല ഉത്തരങ്ങളുണ്ടാകും. ഉത്തരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം നമുക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ടതാണ്. സാലറി കിട്ടും, എല്ലാ മാസവും സാലറി ഒക്കെ കിട്ടുന്നു. നമുക്ക് നമ്മളുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ, നമുക്ക് നമ്മളുടേതായ രീതിയിൽ വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ, ഒരു വീടുണ്ടാക്കുന്നതിനെ പറ്റി, അതല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നത്തിലുള്ള പല നാടുകൾ സന്ദർശിക്കുന്നതിനെ പറ്റി, നമ്മളുടെ ഹോബി പെർസ്യൂ ചെയ്യുന്നതിനെ പറ്റി, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കുറേയൊക്കെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു വൈ, വൺ ഓഫ് ദ വൈസ്, വൺ prevalent why for deciding on a career is the economic incentive that is associated with pursuing that particular career. അതിലൊരു സംശയമില്ല. സാലറി കിട്ടണമെന്നുള്ളത് അല്ലെങ്കിൽ ശമ്പളം കിട്ടുമെന്നുള്ളത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പഠിച്ചൊക്കെ കഴിഞ്ഞു ഒരുപാട് എക്സ്പെൻസ് പഠിക്കാനൊക്കെ ചിലവാക്കി ഒരു വരുമാനവും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് എത്രയോ വ്യത്യാസമുള്ളൊരവസ്ഥയാണ്. മന്ത്ലി സാലറി ഒക്കെ കിട്ടും, നമുക്ക് നമ്മുടേതായ എക്കണോമിക് പ്ലാനിങ് ഉണ്ടാക്കാം, നമ്മളുടെ അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും ഒക്കെ നമുക്ക് നോക്കാം, പുതിയ സ്വപ്നങ്ങൾ കാണാനൊരു സാമ്പത്തികമായ ധൈര്യം ഉണ്ടാകും. ഇതെല്ലാം അത് പ്രധാനമാണ്.